ഈ വാർത്താ തെറ്റിദ്ധരിപ്പിക്കൽ എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ദേ ഈ ഉദാഹരണം ഒന്ന് കണ്ടു നോക്കൂ. കഴിഞ്ഞ ദിവസമാണ് CMRL കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകളായിട്ടുള്ള വീണ തൈക്കണ്ടിയുടെ ലോക്കറുകൾ ED പരിശോധിച്ചത്. ആ ലോക്കറുകൾ പരിശോധിച്ചു. അതിനകത്ത് നിന്ന് മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചതും അല്ലെങ്കിൽ ED അവർക്ക് പങ്കുവച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് പറയിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ചുക്കും കിട്ടിയിട്ടില്ല. അത് റിയാലിറ്റി ആണല്ലോ. വേണ്ട, അതും മാധ്യമങ്ങൾ തന്നെ പറയട്ടെ. അപ്പോൾ ആദ്യം സംഗടി സുജയ പാർവതി ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നൊന്ന് കേട്ടെ. CMRL എക്സാലോജി കേസിൽ വീണ ടിയുടെ ലോക്കർ ഇന്നലെ ED 3 മണിക്കൂറാണ് പരിശോധിച്ചത്. ഒന്നും കിട്ടിയില്ല. പണമോ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖയോ ലോക്കറിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ED വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അക്കൗണ്ടിൽ 1.5 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത്. അത് ഫ്രീസ് ചെയ്തിട്ടുമാണ്. HDFC ബാങ്കിന്റെ തിരുവനന്തപുരം MG റോഡ് ശാഖയിലെ ലോക്കറാണ് ഇന്നലെ ED തുറന്നത്. അലി അക്ബർ ഷാ നമുക്കൊപ്പം. അലി അക്ബർ ഷാ, സുപ്രഭാതം. ഈ തുറന്നിട്ടൊന്നും കാണാത്തത് വേണമെങ്കിൽ ഒരു പാട്ടിലൂടെയൊക്കെ പ്രകടിപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ? സുജയ, സുപ്രഭാതം. തീർച്ചയായും വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഇന്നലെ അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്കർ പരിശോധനയിൽ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമെന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കാര്യമായി ഒന്നും കിട്ടിയില്ല, കാലിയായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് അവസാനം 3 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ശേഷം കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. തിരുവനന്തപുരം MG റോഡിലുള്ള ഈ HDFC ശാഖയിലെ വീണയുടെ അക്കൗണ്ടിന്റെ ലോക്കറിലായിരുന്നു ഇന്നലെ ഈ പരിശോധന നടന്നത്. ഏറ്റവും പ്രധാനമായും CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളുടെ രേഖകൾ അന്വേഷണ ഏജൻസികളിൽ നിന്നും മറച്ച് ഈ ലോക്കറിലേക്ക് വീണ മാറ്റിയിട്ടുണ്ട് എന്നതായിരുന്നു അന്വേഷണ ഏജൻസി നിഗമനം. അതുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. പക്ഷേ കൈകാലിയായിരുന്നു പരിശോധനയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടേത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ വീണയുടെ മറ്റ് 2 അക്കൗണ്ടുകൾ ഉൾപ്പെടെ 3 അക്കൗണ്ടുകൾ ഇതിനോടകം തന്നെ ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പറഞ്ഞതുപോലെ 1.5 ലക്ഷം രൂപയാണ് സുജയ പറഞ്ഞതുപോലെ അതിലെ അക്കൗണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു. കേട്ടല്ലോ, ഇതേ വാർത്ത നിങ്ങൾ കേട്ട് കഴിഞ്ഞു. EDയുടെ ലോക്കർ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ആകെ വീണയുടെ 3 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യിച്ചു. അതിൽ 1.5 ലക്ഷം രൂപയുണ്ട്. ഇതേ വാർത്ത റിപ്പോർട്ടർ ചാനലിലെ മാധു സജി അവതരിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ടും CMRL കേസുമായി ബന്ധപ്പെട്ട് വീണയുടെ വിഷയത്തിലെല്ലാം വല്ലാത്ത ആകുലതയുള്ള ഒരാളാണ്. സംഗടി സുജയയ്ക്ക് ആകുലത ഇല്ല എന്നല്ല, അതിനേക്കാൾ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള കോൺഗ്രസ് ആകുലത ഉള്ളിലുള്ള അവതാരകയാണ്. അവർ ഒന്ന് അതേ വാർത്ത അവതരിപ്പിച്ച് കേട്ടെ. വീണ ടിയുടെ ലോക്കറിൽ എന്തായിരുന്നു? ഇന്നലെ തിരുവനന്തപുരത്ത് HDFC ബാങ്കിലെ ലോക്കറിൽ ED നടത്തിയ പരിശോധനയിൽ എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല എന്നാണ് കേൾക്കുന്നത്. ലോക്കർ തുറക്കുമ്പോൾ വിസ്മയങ്ങൾ കിട്ടുമോ എന്ന് നോക്കാമെന്നാണ് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത്. എന്തായാലും ലോക്കർ പരിശോധിച്ചതിൽ ഒന്നും കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട രേഖകളോ വസ്തുക്കളോ ഒന്നും കിട്ടിയിട്ടില്ല. വീണ ടിക്ക് വീണ്ടും സമൻസ് അയക്കും എന്നുള്ളതാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് ED. ഇതിനിടെ 242 ബാങ്ക് അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപ മരവിപ്പിച്ചതിന് പിന്നാലെ കണ്ടുകെട്ടൽ നടപടികളിലേക്കും ED കടന്നിട്ടുണ്ട്. എന്താണ് ഇതിൽ പ്രത്യേകത? ഒന്നിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സുജയുടെ ഇൻട്രോ പാർട്ടിൽ പറയുന്നുണ്ട് 3 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യിച്ചു, അതിനകത്ത് 1.5 കോടി രൂപ. എന്നാൽ റിപ്പോർട്ടർ ചാനലിലെ മാധുവിന്റെ ഇൻട്രോയിൽ എന്താണ് കേട്ടത്? 48 അക്കൗണ്ടുകളിൽ നിന്ന് 18 കോടി രൂപ. എങ്ങനെ? 48 കോടി രൂപയിൽ നിന്ന് 18 കോടി രൂപ ഫ്രീസ് ചെയ്യിച്ചതിലും വിപുലമായ അന്വേഷണം. വീണ ടിയുടെ ലോക്കറിൽ എന്തായിരുന്നു? ഇന്നലെ തിരുവനന്തപുരത്ത് HDFC ബാങ്കിലെ ലോക്കറിൽ ED നടത്തിയ പരിശോധനയിൽ എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല എന്നാണ് കേൾക്കുന്നത്. ലോക്കർ തുറക്കുമ്പോൾ വിസ്മയങ്ങൾ കിട്ടുമോ എന്ന് നോക്കാമെന്നാണ് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത്. എന്തായാലും ലോക്കർ പരിശോധിച്ചതിൽ ഒന്നും കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട രേഖകളോ വസ്തുക്കളോ ഒന്നും കിട്ടിയിട്ടില്ല. വീണ ടിക്ക് വീണ്ടും സമൻസ് അയക്കും എന്നുള്ളതാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് ED. ഇതിനിടെ 242 ബാങ്ക് അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപ മരവിപ്പിച്ചതിന് പിന്നാലെ കണ്ടുകെട്ടൽ നടപടികളിലേക്കും ED കടന്നിട്ടുണ്ട്. പൊടുന്നനെ ഈ വാർത്തയുടെ ആങ്കർ പോർഷൻ മാത്രം കേൾക്കുന്നവർ എന്തായിരിക്കും മനസ്സിലാക്കുന്നത്? 18 കോടി രൂപയും പിണറായിയുടെ മകളുടേത്. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകണം. അങ്ങനെ ആൾക്കാരുടെ ചിന്തയിലേക്ക് ഒരു വിചാരം പോണം. അതിനുവേണ്ടി മാധ്യമ വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്ന നോക്കിയേ. വീണ തൈക്കണ്ടിയുടെ കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ കാര്യം മാത്രം പറഞ്ഞാൽ പോരെ. അവരുടെ പേരിൽ 3 അക്കൗണ്ടുകൾ 1.5 ലക്ഷം രൂപ മരവിപ്പിച്ചു. പക്ഷെ ഈ 18 കോടി രൂപയുടെ പാപഭാരം അവരുടെ തലയിൽ തങ്ങി നിൽക്കണം. കാര്യം എന്താണ്? അങ്ങനെ ഉണ്ടെങ്കിലല്ലേ എല്ലാ കാലത്തും കുറേയേറെ പേർക്ക് അവരുടെ പേരിൽ 18 കോടിയുടെ കഥ പാടിപ്പറന്ന് നടക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ചെയ്യുന്ന വിദഗ്ധമായിട്ടുള്ള ഒളിച്ചുകിടത്തലാണ്. ചില വ്യക്തികളുടെ ഇവരുടെ ഉള്ളിലെ രാഷ്ട്രീയ ബോധം വെച്ചിട്ട് ഇവർക്ക് താല്പര്യക്കുറവുണ്ട്. പിണറായി വിജയൻ അക്കാര്യത്തിൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രം ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ
അദ്ദേഹത്തിന്റെ മകളുടെ തലയിൽ അതങ്ങ് ഇരിക്കട്ടെ എന്ന രീതിയിൽ ഈ ഒരു കാര്യം, അതായത് അവരുമായി ബന്ധമില്ലാത്തൊരു കാര്യമെടുത്ത് അതിൻ്റെ ഇടയിൽ ചേർക്കുമ്പോൾ സുജയ പാർവതി അവതരിപ്പിച്ച ആ ഇൻട്രോ ഒരിക്കൽ കൂടി കേൾക്കുമ്പോൾ എന്തായിരുന്നു അതിന്റെ വസ്തുതയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. CMR എക്സാലോജി കേസിൽ വീണ ടിയുടെ ലോക്കർ ഇന്നലെ ഇഡി 3 മണിക്കൂറാണ് പരിശോധിച്ചത്. ഒന്നും കിട്ടിയില്ല. പണമോ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖയോ ലോക്കറിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അക്കൗണ്ടിൽ 1.5 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത്. അത് ഫ്രീസ് ചെയ്തിട്ടുമാണ്. HDFC ബാങ്കിന്റെ തിരുവനന്തപുരം MG റോഡ് ശാഖയിലെ ലോക്കറാണ് ഇന്നലെ ഇഡി തുറന്നത്. അലി അക്ബർ ഷാ നമുക്കൊപ്പം. അലി അക്ബർ ഷാ, സുപ്രഭാതം. ഈ തുറന്നിട്ടൊന്നും കാണാത്തത് വേണമെങ്കിൽ ഒരു പാട്ടിലൂടെയൊക്കെ പ്രകടിപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ? സുജയ, സുപ്രഭാതം. തീർച്ചയായും വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഇന്നലെ അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്കർ പരിശോധനയിൽ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമെന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കാര്യമായി ഒന്നും കിട്ടിയില്ല, കാലിയായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് അവസാനം 3 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ശേഷം കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. തിരുവനന്തപുരം MG റോഡിലുള്ള ഈ HDFC ശാഖയിലെ വീണയുടെ അക്കൗണ്ടിന്റെ ലോക്കറിലായിരുന്നു ഇന്നലെ ഈ പരിശോധന നടന്നത്. ഏറ്റവും പ്രധാനമായും CMR എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളുടെ രേഖകൾ അന്വേഷണ ഏജൻസികളിൽ നിന്നും മറച്ച് ഈ ലോക്കറിലേക്ക് വീണ മാറ്റിയിട്ടുണ്ട് എന്നതായിരുന്നു അന്വേഷണ ഏജൻസി നിഗമനം. അതുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. പക്ഷേ കൈകാലിയായിരുന്നു പരിശോധനയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടേത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ വീണയുടെ മറ്റ് 2 അക്കൗണ്ടുകൾ ഉൾപ്പെടെ 3 അക്കൗണ്ടുകൾ ഇതിനോടകം തന്നെ ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പറഞ്ഞതുപോലെ 1.5 ലക്ഷം രൂപയാണ് സുജയ് പറഞ്ഞതുപോലെ അതിലെ അക്കൗണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു.